Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ജൂലൈ 22 സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്ട്സിന്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പാർട്ട് എയിൽ പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ 4 തിയറി ചോദ്യങ്ങളും 3 പ്രോബ്ലംസ് ആണ് ഇപ്പോൾ 1-2 വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ള കുറച്ച് തിയറി ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ നമുക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ മാറ്റി പരീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് എയും പാർട്ട് സിയും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നതാണ് പാർട്ട് എയും സിയും. ബിയിൽ നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല, എന്നാലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 4 തിയറി 3 പ്രോബ്ലം ആണ്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിൽ ആദ്യം ലീസിങ്ങിനെ പറ്റിയിട്ട്, ലീസിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസസ് നിർബന്ധമായി നോക്കണം. ഇതിൻ്റെ തിയറി എന്ന് പറയണതും വരും. അതുപോലെ തന്നെ ലീസിങ്ങിൻ്റെ പ്രോബ്ലവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലീസിങ് SAക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം നമുക്ക് പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ അത് ഫിനാൻഷ്യൽ ലീസിനാണ് കണ്ടുവരാറ്. രണ്ടും ഉണ്ട്. അതിൽ ഫിനാൻഷ്യൽ ലീസിൻ്റെ പ്രോബ്ലം ആണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്പർ 1. ഇനി നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം ആയിട്ട് കണ്ടുവരാറ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ആണ്. പ്രോബ്ലം നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ആണ്. ദെൻ ഇതിൻ്റെ തിയറിയും നോക്കി വയ്ക്കുക. ഇതിൻ്റെ പ്രോബ്ലം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തിയറിയും നോക്കി വയ്ക്കുക. ചിലപ്പോൾ 2ലോ അതല്ലെങ്കിൽ 3ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വെയിറ്റേജ് ആയിട്ട്. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ഒരു 3-4 തിയറി ടോപ്പിക്കുകളിൽ ഏതെങ്കിലും 1-2 വരെ എക്സ്പെക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം വരെ, ചിലപ്പോൾ ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. SAക്കോ 3 വെയിറ്റേജ് 2 വെയിറ്റേജ് എല്ലാത്തിലും മാറി വരുന്നതാണ്. സോ നെക്സ്റ്റ് നോക്കേണ്ടത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, ദെൻ ഫോറൻസിക്. SAക്കുള്ള കൂടുതൽ സാധ്യത ഫോറൻസിക് അക്കൗണ്ടിങ്. ഓക്കെ, ഈ ഒരു 3-4 ടോപ്പിക്കുകളിൽ ഏതെങ്കിലും മിനിമം ഒരെണ്ണം നമുക്ക് 3 വെയിറ്റേജിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. ഈ തിയറി ഒക്കെ നോക്കണം. കാരണം ഒരെണ്ണം 2 വെയിറ്റേജ്, ഒരെണ്ണം 3 വെയിറ്റേജ്, ഒരെണ്ണം 5 വെയിറ്റേജ്. ഈ 3 പാർട്ടിലും ഈ പറഞ്ഞ ചോദ്യങ്ങൾ മാറി ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് മെർജർ എന്താണ്, അക്വിസിഷൻ എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, അതുപോലെ തന്നെ മെർജറിൻ്റെ ടൈപ്പും എക്സ്പെക്ട് ചെയ്യാം. ടൈപ്സ് അത് നോക്കിയിരിക്കണം.
പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലവും നോക്കി വയ്ക്കുക. അതാണ് മറ്റൊന്ന്. ദെൻ നെക്സ്റ്റ്, എസ്സേക്ക് ലിക്വിഡേഷൻ ഇട്ടിട്ടില്ലെങ്കിൽ അത് 3 വെയിറ്റേജിനിൽ എക്സ്പെക്ട് ചെയ്യാം. ലിക്വിഡേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വരാറ്. ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. അതെന്താണ്, അതിൻ്റെ ബേസിക് തിയറി ഇല്ലേ, അതൊന്ന് നോക്കാം. അതിൽ എന്താണ്, നമുക്ക് പല മെത്തേഡുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 വെയിറ്റേജ്, അതുപോലെ തന്നെ 2 വെയിറ്റേജ് അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഞാൻ 2 വെയിറ്റേജ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിർബന്ധമായി നോക്കണം എന്ന് പറഞ്ഞിട്ട്. CPPA, അതുപോലെ തന്നെ CCA, CPPA, CCA, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് തിയറി ആയിട്ട് 2 വെയിറ്റേജിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, തിയറി ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് മറ്റൊരു ടോപ്പിക്ക്. പിന്നെ ഇതിൽ പ്രോബ്ലം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വരാറ്. അപ്പോൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യണത് നേരത്തെ പറഞ്ഞു. ദെൻ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം ചില സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം അത് വീണ്ടും ചോദിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡാണ് അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ഈ ഒരു പാർട്ട് ബിയിൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ തിയറി ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. പ്രോബ്ലം ഒരു 3 എണ്ണേ പാർട്ട് ബിയിൽ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തിയറി കൂടുതൽ വരുന്നത് ഈ ഏരിയാസിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ലീസിങ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ തിയറി നോക്കണം, പ്രോബ്ലം നോക്കണം. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, അതിൻ്റെ തിയറി, പ്രോബ്ലം നോക്കണം. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഉണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, എൻവയോൺമെൻറ്റിലെ ഫോറൻസിക്, മെർജർ അക്വിസിഷൻ, അതിൻ്റെ ടൈപ്സ്, പർച്ചേസ് കൺസിഡറേഷൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ പ്രോബ്ലംസ്, ലിക്വിഡേറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, പിന്നെ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, CPPA, CCA, അതിൻ്റെ തിയറി, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ നമുക്ക് ഈ ടാക്സ് ലൈബിലിറ്റി, ടാക്സേഷനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല, വളരെ കുറവാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ടാക്സേഷൻ്റെ പ്രോബ്ലം വളരെ കുറവ് മാത്രമാണ് കണ്ടുവന്നിട്ടുള്ളൂ, വരാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് പാർട്ട് ബിയിലുള്ള ഏരിയാസ്. ഒരു 7 ചോദ്യങ്ങൾ ഈ 10 എണ്ണത്തിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി. സോ ഇനി നമുക്ക് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് നാളെ ഈവനിങ്ങിന് നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. സോ അവിടെ നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ടൈം ഉണ്ടാവുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.